ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ബാങ്കിങ് മോഡ്യൂളിൽ. അതിനായിട്ട് നമ്മൾ ബാങ്കിങ് എന്നുള്ള മോഡ്യൂൾ ചൂസ് ചെയ്യുന്നു. അവിടെ നമ്മൾ മാനുവലി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബാങ്ക് ചൂസ് ചെയ്യുന്നു. ഇവിടെ ആഡ് ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് മണി ഔട്ടാണ് വരുന്നത്. നമ്മൾക്ക് മണി ഇൻ ആണ്, നമ്മളൊരു കസ്റ്റമറിൻ്റെ പേയ്മെൻ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മണി ഇന്നിൽ കസ്റ്റമർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ ഏത് കസ്റ്റമറാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് എന്നുള്ള ആ കസ്റ്റമറുടെ നെയിം ചൂസ് ചെയ്യുന്നു. ദെൻ അവരെത്ര രൂപയാണ് നമുക്ക് തന്നത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വുഡ് യു ലൈക്ക് ദിസ് എമൗണ്ട് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഫീൽഡ്. നമുക്ക് താഴെ ഇൻവോയ്സ് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ആ ഇൻവോയ്സിന് എങ്ങനെ പേയ്മെൻറ്റ് സെറ്റ് ഓഫ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എമൗണ്ട് ഇൻവോയ്സിന് നേരെ ആ എമൗണ്ട് ഇവിടെ പ്രീ ഫിൽഡ് ആയിട്ട് വരുന്നുണ്ടാവും. ദെൻ ഡേറ്റ്, പേയ്മെൻറ്റിൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ പേയ്മെൻറ്റ് മോഡ് നമ്മളിവിടെ മാറ്റി കൊടുക്കുന്നു. റിസീവ്ഡ് ബൈ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാനുവലായിട്ട് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ, ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് നമ്മൾ സോഹോ ബുക്സിൻ്റെ ബാങ്കിങ് മൊഡ്യൂളിൽ റെക്കോർഡ് ചെയ്യുന്നത്.